നമസ്തേ, ഞാൻ കമറനിസ കാടാമ്പുഴ. നരേന്ദ്രമോദിജി, നരേന്ദ്രൻ എന്ന വിവേകാനന്ദ സ്വാമികളുടെ പുനർജന്മമോ? സംശയിക്കുന്നതിൽ തെറ്റില്ല. അന്നൊരു നരേന്ദ്രൻ ഭാരതത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നിതാ മറ്റൊരു നരേന്ദ്രൻ ഭാരതത്തിൻ്റെ യശസ് ലോകത്തിനു മുന്നിലെത്തിക്കാൻ, ഒന്നാമതെത്തിക്കാൻ നിതാന്തം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. രണ്ടുപേരും രാജ്യത്തിനായി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, സ്വന്തം കുടുംബത്തിൽ കുട്ടിക്കാലത്ത് ഉള്ള കഷ്ടപ്പാടുകൾ എല്ലാം സാമ്യതകളേറെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വിവേകാനന്ദ പാറയിൽ നരേന്ദ്രൻ എന്ന സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരിക്കുകയും ശേഷം ചിക്കാഗോയിലെത്തുകയും അവിടെ ഭാരതത്തിൻ്റെ യശസ്സുയർത്തിപ്പിടിക്കുകയും ആ മഹാസമ്മേളനത്തിൽ തൻ്റെ പ്രസംഗത്തിലൂടെ ഭാരതം എന്താണെന്ന്, അതിനു മുന്നേ ഇതൊരു അപരിഷ്കൃതമാണ് ഭാരതമെന്ന് ചിന്തിച്ചവർക്ക് ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഭാരതത്തിൻ്റെ മഹത്വം കാട്ടിക്കൊടുക്കാൻ സ്വാമി വിവേകാനന്ദന് കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നരേന്ദ്രമോദിജി, അദ്ദേഹം ഈ 10 വർഷങ്ങൾക്കിപ്പുറം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുണ്ടാക്കിയ സ്ഥാനം ചെറുതല്ല. ഇന്ന് നമുക്ക് ഒരു ഭാരതീയനാണെന്ന് പറഞ്ഞ്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് ഏത് രാജ്യങ്ങളിലും അഭിമാനത്തോടെ കയറി ചെല്ലാം. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുന്നേ ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് അന്ന് അദ്ദേഹം അന്ന് അവിടെയുള്ള കുറേ ഇന്ത്യക്കാരായ ആളുകൾ നാട്ടിലേക്ക് എത്താൻ മുറവിളി കൂട്ടി. ആ സമയത്ത് അന്നത്തെ വിദേശകാര്യമന്ത്രിയായ വയലാർ രവി അവിടുത്തെ പ്രതിനിധികളോട് പറയുകയുണ്ടായി, പതാകയോ, ഇന്ത്യയുടെ അഭിമാനമായ പതാകയോ, നമ്മുടെ ഐഡന്റിറ്റിയോ ഗൾഫ് എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെ വെളിപ്പെടുത്തുന്നതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവരുതെന്ന്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള നാം ഇന്ന്, നമുക്കറിയാം, ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ ഒരുപാട് ഇന്ത്യക്കാരായ ആളുകൾ താല്പര്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിജി റഷ്യൻ പ്രസിഡന്റിനെ വിളിക്കുകയും ഞങ്ങളുടെ രാജ്യക്കാരായ ആളുകൾക്ക് ഇവിടെ എത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പറയുന്നതിൻ്റെ ഫലമായി അതിന് കഴിയുകയും ചെയ്തു. അന്ന് അദ്ദേഹം അവിടെയുള്ള പ്രതിനിധികളോട് പറഞ്ഞത്, അശോക സ്തംഭാലങ്കൃതമായ ത്രിവർണ പതാക ഏന്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഉക്രൈൻ എയർപോർട്ടിൽ എത്തേണ്ടത് എന്നാണ്. അന്ന് അഭിമാനമായ ഭാരതീയനായ ജന്മനാടിൻ്റെ ആ അശോക സ്തംഭാലങ്കൃതമായ ത്രിവർണ പതാക ഏന്തിക്കൊണ്ട്, കൈയിലുയർത്തിക്കൊണ്ട് അവിടേക്ക് പോയവർ ആ തണലിൽ ഒത്തിരി രാജ്യക്കാർ കൂടി രക്ഷപ്പെട്ടു എന്നതിൽ ഏറെ അഭിമാനം തോന്നുന്നു. ഇന്നൊരു ഭാരതീയനായതിൽ, ഒരു ഭാരതീയനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയേറെ അഭിമാനമുണ്ടാക്കി തന്നത് നരേന്ദ്രമോദിജി എന്ന ആ മനുഷ്യൻ്റെ 56 ഇഞ്ച് നെഞ്ചളവിൻ്റെ ആർച്ചവം തന്നെയാണ്. വിവേകാനന്ദ സ്വാമികളുടെ ഒരു കോട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ: ഉദ്ദിഷ്ടത, ജാഗ്രത, പ്രാപ്തുവരാൻ നിബോധത. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നതുവരെ പ്രയത്നിക്കൂ. ഇന്ന് അഹോരാത്രം നരേന്ദ്രമോദിജി എന്ന ആ മനുഷ്യൻ ഭാരതത്തിന് വേണ്ടി തൻ്റെ ആരോഗ്യവും തൻ്റെ അറിവും എല്ലാം സമർപ്പിക്കുന്നു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് തോന്നുന്നു 1991 ഡിസംബർ 11 അന്ന് ഒരു ഏകതാ യാത്ര നടന്നിരുന്നു. അന്നത്തെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള മുരളി മനോഹർ ജോഷി നടത്തിയ ആ ഏകതാ യാത്രയിൽ അന്ന് മുഖ്യ സംയോജകനായി വിവേകാനന്ദ പാറയിൽ നിന്ന് തുടരുന്ന ആ യാത്രയിലാണ് ആദ്യമായി നരേന്ദ്രമോദിജി വിവേകാനന്ദ പാറയിലെത്തുന്നു. ഇന്നിപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ 3ാം അശ്വമേധത്തിന്റെ തേര് തെളിച്ചുകൊണ്ട് ഭാരതത്തെ വിശ്വത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള പ്രയാണത്തിൽ ഇന്ന് അദ്ദേഹം, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എന്ന നരേന്ദ്രൻ ധ്യാനത്തിലിരുന്ന അതേ ശ്രീ
പാദപ്പാറയിലെത്തുകയും അതായത് വിവേകാനന്ദ സ്വാമികളുടെ അനുഗ്രഹം വാങ്ങാൻ ധ്യാനത്തിലിരിക്കുകയും ചെയ്യുന്നു. ഭാരതീയ സംസ്കാരത്തെ ഇത്രയേറെ നെഞ്ചിലേറ്റുന്ന മറ്റൊരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വാക്കുകൾ ഇതൊന്നും പോരാ, ഒരുപാട് പറയാനുണ്ട്. ഈ ഒരു വീഡിയോ കൊണ്ട് അതിന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.